പുതിയ വള കിട്ടിട്ടില്ല. ഈ വണ്ടിക്കാരൻ ഓവർ ഇതുകൊണ്ട് ഞാൻ കേരളത്തിന്. ഹലോ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഞങ്ങളതാ 4 പെൺകുട്ടികൾ 1 ആൺകുട്ടി. അപ്പൊ ഞങ്ങൾ 5 പേരും കൂടി ഞങ്ങള് പുണ്യമേള കാണാൻ പോവാണ്. പുതിയ വള കിട്ടിട്ടില്ലേ? മലയാളത്തില് ബുസ്ന്നൊക്കെ നേപ്പാൾ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോണത് പുണ്യമേളയാണ്. പുണ്യമേള മീൻസ് ഇപ്പൊ നമ്മള് ഇത്ര ദിവസം തീജ് കണ്ടുല്ലേ? തീജ് മേള കണ്ടു, അതേപോലെ പഞ്ചിമേള കണ്ടു, അതേപോലെ പുണ്യമേള. പുണ്യമേള മീൻസ് നമ്മളെ തീജിന്റെ ലാസ്റ്റ് മേള. ഇത് ഇന്നത്തോടെ നമ്മുടെ തീജിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. മീൻസ് ആഘോഷം കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ആഘോഷം, ദീപാവലി അങ്ങനെ, ദസറ അങ്ങനെ വേണ്ട. ഓക്കെ, വിജയദശമി അങ്ങനെ ഇനി അത് വരും. അപ്പോൾ ഇന്നത്തോടെ ഞങ്ങളുടെ തീജ് മേള കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ മേള കാണാൻ വേണ്ടി പോവാണ്. സമയം 3 മണിയായി. 3 മണിക്കാണ് പോണത്. 3 മണി തുടങ്ങിയിട്ട് 1 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ റെഡി ആയിട്ട് പോരാ. 8 ലേറ്റ് ആവും, പിന്നെ നടക്കാൻ ലേറ്റ് ആവും. കണ്ടില്ലേ? ഹായ് വന്നത് സപ്പല്ലേ വന്നാ ഹായ് സെൻ വന്നെ ആയിജ അലക്സ് പേരെ അലക്സ് നല്ല ദേഷ്യം. വെയിലത്ത് നടന്നു പോകുമ്പോൾ ഭയങ്കര ദേഷ്യം അവന്. അപ്പം ഞാൻ നടന്നു പോവാണ്. വേർത്ത് കുളിക്കണം. ആക്ച്വലി ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വിചാരിച്ചോട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ അങ്ങനെ മേളേൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോണ്ടല്ല, എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ അങ്ങനെ ഉത്സവം കാണുമ്പോൾ എന്താ പറയുക മോഡേൺ ഡ്രസ്സ് എന്നത് മീൻസ് സ്കേർട്ട്, ടോപ്പ്, മിനി സ്കേർട്ട്, ഫുൾ സ്കേർട്ട്, അതുപോലെ ക്രോപ്പ് ടോപ്പ്, എന്താ പറയുക സ്പ്ലിറ്റ് ആയിട്ടുള്ള സ്കേർട്ട്, പിന്നെ ടീഷർട്ട്സ്, പിന്നെ മേൽസ് ആൻഡ് ഫുൾ മോഡേണായിട്ട് എന്തിനാണ് ഡ്രസ്സ് ഇടുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ഈ വണ്ടിക്കാരൻ ഓവർ ഇടിക്കുന്ന പോലെ വന്നിരിക്കുകയാണ് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരെന്താണ് ചോദിക്കുന്നു പറഞ്ഞാൽ മിസ് അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ എന്താണ് പറയുന്നത്, ആക്ച്വലി ഞങ്ങളുടെ നേപ്പാളിലുണ്ടല്ലോ മിസ്, നമ്മൾ കേരളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നേപ്പാളിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഉത്സവം അങ്ങനെയൊക്കെ പോകുമ്പോണ്ടല്ലോ പേടിക്കേ വേണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ ഡ്രസ്സിങ് രീതി വിചാരിക്കും. ഓക്കെ ഫൈൻ. പക്ഷേ ഈ ഒരു മേള എന്ന് പറയുന്നത് അമ്പലത്തിനുള്ളിലായിരിക്കില്ല, അമ്പലത്തിനടുത്ത് അങ്ങനെ ആയിരിക്കും, ഗ്രൗണ്ടിലേക്ക്, വലിയ ഗ്രൗണ്ടിൽ. ഓക്കെ ഓക്കെ വഞ്ച അമ്പർ നേപ്പാൾ നമ്പർ പോനേക്കോ. അപ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ ഇവരടുത്ത് കയറുമ്പോൾ എല്ലാം ടോപ്പിംഗ് വന്നു. അപ്പോൾ ഞാൻ പറയണത്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ അപ്പോൾ ജഡ്ജ് ചെയ്യില്ല മീൻസ് ഇപ്പോൾ ക്രോപ്പ് ടോപ്പ്, പിന്നെ ലോ ജീൻസ്, അല്ലെങ്കിൽ എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും, ഇടുപ്പ് കണ്ടാലും, കാല് കണ്ടാലും, തൊട കണ്ടാലും അവർക്ക് എന്താ പറയുക കെയറേ ചെയ്യില്ല. ആ ടൈപ്പാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്തിരി ടൈറ്റ് ടോപ്പ് ജീൻസ് ഇട്ടിട്ട് അമ്പലപ്പറമ്പിൽ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ പേടിക്കും. അയ്യോ ആരെങ്കിലും അവിടെ ഈ പിച്ച് കിട്ടോ നുള്ളു കിട്ടോ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയട്ടോ, പിച്ച് കിട്ടോ നുള്ളു കിട്ടോ എന്നങ്ങനെ നമുക്ക് പേടിയുണ്ടാവും. അത് കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ അമ്പലം ഇങ്ങനെ ഓരോരോ ഉത്സവങ്ങൾ പോകുമ്പോൾ നമ്മളെപ്പോഴും ലൂസ് ടോപ്പ് ഭയങ്കര ട്രഡീഷണൽ ടൈപ്പായിട്ട് ഇടും. പക്ഷെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ എൻ്റെ തീജിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. എത്ര ലോ സ്കേർട്ടും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് ഇടുപ്പൊക്കെ കാണിച്ചൊക്കെ ഡാൻസ് കളിക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കൊക്കെ ഉണ്ട്, അതൊന്നും കെയർ ചെയ്യില്ല. എന്താ പറയുക, തോട കണ്ടാലും ശരി, ഇടുപ്പ് കണ്ടാലും ശരി, അവർ വലിയതായിട്ട് കെയർ ചെയ്യില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരാൾ വന്ന് നുള്ളോ പിച്ചോ ജഡ്ജ് ചെയ്യോ അങ്ങനെ ആരും ചെയ്യില്ല ഇവിടുത്തെ ബോയ്സ്. ഓക്കെ, കാരണം എല്ലാവരും അവർക്കത് വലിയതായിട്ട് അതിശയമായിട്ട് തോന്നില്ല. കാരണം ഇവിടെ എല്ലാവരും അതേപോലെ ഡ്രസ്സിങ് സെൻസ് ഇടുന്നത് കാരണം, ഒരാൾ ഇടുന്നത് കാരണം ഇങ്ങനെയാണല്ലേ സെക്സി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടുപ്പ് കാണുന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും അതേ സെയിം ഡ്രസ്സൊക്കെ ഇടുന്നത് കാരണം എല്ലാവരും മോഡേൺ ആയത് കാരണം ഇവിടുത്തെ ചെക്കന്മാർക്ക് അത് വലുതായിട്ടൊരു മോശമായിട്ടോ ബോറായിട്ടോ അതിനൊന്നും തോന്നില്ല. ജസ്റ്റ് നന്നായിട്ടുണ്ടാവും, എല്ലാവരും എൻജോയ് ചെയ്യുക അത്ര തന്നെ. എൻജോയ് ആ രീതിയിലല്ല. ഓക്കെ, അവൻ്റെ ഇഷ്ടം. ഓക്കെ, നമ്മളിപ്പോൾ എൻ്റെ നേപ്പാളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും സംസാരിക്കാൻ വരുന്നില്ല.
ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചപ്പ പോലെ ഡ്രസ്സിങ് ആയിരിക്കും. മീൻസ് ആട് നോക്കുന്നതും അതുപോലെ കൃഷി ചെയ്യണ കാരണം നോർമൽ ടോപ്പും മീൻസ് ചുരിദാർ ഡ്രസ്സ് അങ്ങനെ ടീഷർട്ട് ഷോർട്സൊക്കെ ഇടുക. പക്ഷെ അതേ സമയം നമ്മളിങ്ങനെ ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ ഓരോ മേള വരുമ്പോഴൊക്കെ അത് വേറെ ലെവലായിരിക്കും. മീൻസ് അവർക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, അതുകൊണ്ട് ഞാൻ കേരളത്തിനെ പുച്ഛിക്കണോ അല്ലെങ്കിൽ കേരളത്തിന് മോശമായിട്ട് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എൻ്റെ നാട്ടിലിങ്ങനെയാണ്. അവർക്ക് പേടിയില്ല, അവർക്ക് എന്താണ് ഇടാൻ ഇഷ്ടം അതുപോലെ ഇട്ട് നടക്കുന്നു, അത്ര ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ മേലേക്ക് പോവാണ്. ബ്ലാ 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 പറഞ്ഞ കുറച്ച് സമയം വേസ്റ്റ് ആക്കണില്ല ഞാൻ നിങ്ങളുടെ ടൈം. ഇതാണ് വേർത്ത് നടന്നത്, വേർത്ത് കണ്ടില്ലേ, ഒരു സാധനമില്ല, ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല, ബ്ലാ 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 ഉണ്ടല്ലേ. ഇതല്ലേ ആട്ടക്കള്ളിയാണ്, കമ്പളബുടി കമ്പറബുട്ടി എന്നടാ കമ്പറബുട്ടി. ഞാൻ കളിയൊക്കെ ഇട്ടാ. അപ്പൊ നമുക്ക് മേളപ്പെട്ട് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഡാൻസ് നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മേള നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിന് കുറച്ച് താഴെയാണ് കേട്ടോ. അവിടെയാണ് ഈ ഒരു മേള നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മേളനെ എന്ന് പറയുന്നത് ചിച്ചിന് പുണ്യം എന്ന് പറയും. ആക്ച്വലി നമ്മൾ തീജ് ഉണ്ടല്ലോ, തീജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നടക്കുന്ന പരിപാടികളാണ്. കാരണം ഈ ഒരു മേള എന്ന് പറയുന്നത് ലാസ്റ്റ് തീജിൻ്റെ ലാസ്റ്റ് നടത്തുന്ന മേളയാണ്. അത് കാരണം ഉണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും മേള നടക്കുന്ന കാരണം ഞങ്ങളുടെ ഏരിയയിൽ മേളയ്ക്ക് വരുന്ന ആൾക്കാർ ടീംസ് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പാട്ട് പാടുന്ന ആൾക്കാരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സ്പീക്കറൊക്കെ ഇട്ടിട്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ടായിരുന്നു, നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് ഞാൻ അവിടെ നിന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കാതെ ഇവിടെ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ആ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ നമ്മുടെ ഈ ഒരു ഇതിൽ കോപ്പിറൈറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ വോയിസ് ഓവറിൽ വീഡിയോസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ ആൾക്കാർ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നവർ വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ അവിടെ. അത് കാരണം എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ അതിനേക്കാളും എൻജോയ് ചെയ്യണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ചും കൂടി തിരക്കുണ്ടെങ്കിലാണ് ഒരു വൈബ് കിട്ടുള്ളൂ. മീൻസ് നമ്മൾ ആ ഒരു കൈ തൊട്ടുമ്പോഴും അതുപോലെ നമ്മൾ അവൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴും കുറച്ചും കൂടി എനർജി വരും. പക്ഷേ എന്നാലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെ കാലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരിനെ ഞങ്ങൾ കൊണ്ടുവരാണ്ട് അവന് കാണാതെ വേഗം വന്നതാണ് കേട്ടോ. അവർക്ക് സ്കൂളിലായിരുന്നു ആ ദിവസം. അപ്പോൾ ഞങ്ങൾ മാത്രം, ഞാനും ചേച്ചിയും പിന്നെ ഞങ്ങളുടെ 2 കസിൻസ് കൂട്ട് നമ്മളിവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡാൻസ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്തൊരു ഇങ്ങനെ വരും കൈയും കാലം കാട്ടണമെന്ന് വിചാരിക്കും. ആക്ച്വലി നമ്മൾ കേരളത്തിൽ ഇങ്ങനെ തിരുവാതിരയില്ല, അതേപോലെ ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് ആണ് ഇങ്ങനെയൊക്കെ. നമ്മൾ ഇരുന്നിട്ട് ചാടി പിള്ളേർ കളിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും ഡാൻസ് കളിക്കേണ്ടത്. ആക്ച്വലി എൻ്റെ അടുത്ത് കുറേ കളിക്കാനൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് കളിക്കാൻ അറിയില്ല. കുറേ നിർബന്ധിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും കൂകിയിട്ടുണ്ടായിരുന്നത് പിള്ളേരെല്ലാവരും. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടിപൊളിയുടെ ഡാൻസ് കളിക്കുന്ന 2 പിള്ളേരിനെയും കണ്ടില്ലേ, എങ്ങനെ ഇടുപ്പൊക്കെ കാട്ടി കൈയൊക്കെ കാട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് തന്നെ വീഡിയോസ് പ്രത്യേകിച്ച് എടുത്തത്. നന്നായി കളിക്കണ്ടായിരുന്നു. പാട്ട് വയ്ക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പാട്ട് അടിപൊളി പാട്ടാണ്. പക്ഷേ കോപ്പിറൈറ്റ്സ് വരുന്നൊരു പേടി കാരണം മാത്രം ഞാനിത് ചെയ്തതാണ്. പിന്നെ എന്നിട്ട് നമ്മുടെ ഫൂഫുവാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത ഫൂഫുവാണ്. അപ്പോൾ അവർ ഡാൻസ് കളിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോസ് എടുക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നെയും കുറേ നേരം വാ വന്ന് വിളിക്കണ്ടായിരുന്നു. പക്ഷേ അറിയില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. ഇവിടുത്തെ സ്റ്റൈൽ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പോൾ ഇവരൊരു രീതി എന്ന് പറയുന്നത് വേറെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള സ്റ്റെപ്പാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടുങ്ങിയിട്ട് എന്നെ അങ്ങോട്ട് കളിക്ക് നിന്നിട്ട് എൻ്റെ ചേച്ചി മേലെ നിർബന്ധിച്ച് ഞാൻ കളിക്കാൻ പോയതാണ് കേട്ടോ. എൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ട് ആരും കളിയാക്കരുതും, ആരും ഇത് ചെയ്യരുത്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് കളിക്ക് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ബൂസ്റ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 2 സ്റ്റെപ്പ് ഇട്ടതായിരുന്നു. അപ്പോൾ നിങ്ങളെന്നെ കാണും എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ്. ഇതിലും ഭേദം, ഇതിലും മോശം ഈ ലോകത്തിൽ ആരും ഡാൻസ് കളിക്കില്ല. ഞാൻ അത്രയ്ക്കും ഡാൻസ് ഉണ്ട്. വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ക്യാമറ കറക്റ്റായിട്ട് പിടിക്കാൻ നോക്കി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കും അതുപോലെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും കേട്ടോ. നല്ല കോമഡി സീനായിരുന്നു. അപ്പോൾ ഞാൻ മതി പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നതാണ്. കളിക്കുന്ന സൈഡിൽ നിന്നും നന്നായിട്ട് കളിക്ക് പറയും. എൻ്റെ അടുത്ത് കണ്ടില്ലേ, എന്നെ വിടുന്നേയില്ല. കാരണം എൻ്റെ ഡാൻസ് ഉണ്ടല്ലോ ഏറ്റവും കോമഡിയും മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ളൊരു ഇത് കാരണം എൻ്റെ അടുത്ത് കളിക്ക് പറയാം. പക്ഷേ ഞാനും എൻജോയ് ചെയ്തു കേട്ടോ. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും എൻജോയ് ചെയ്തു. പക്ഷെ കളിച്ച് ഡാൻസ് കളിച്ചിട്ട് വീണ്ടും ഒരാളും ഞാനായിരുന്നു കേട്ടോ. എൻ്റെ കാലുണ്ടല്ലോ ചെരുപ്പ് കുറച്ച് ഹീൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കാല് ജസ്റ്റായിട്ട് ഇതായി ട്വിസ്റ്റായി. അത് കാരണം വീണിട്ടതാ. എന്നെ എടുക്കാനും അവർക്ക് വയ്യ. ഞാൻ അത്രയ്ക്കും വെയിറ്റ് ഉള്ളത് കാരണം അവർക്ക് എന്നെ തൂക്കാനും വയ്യ. എൻ്റെ ഫുൾ വീഡിയോസ് ഫുൾ ഷേക്കായിരിക്കുകയാണ്.
വീഡിയോസ് എടുക്കാൻ കൊടുത്ത ആൾ ഫുള്ള് ഷേക്കാക്കി വിട്ടിരിക്കണം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടിയും. അപ്പോൾ ഇത് ലാസ്റ്റ് തീജിൻ്റെ ലാസ്റ്റ് ഡേ ആയത് കാരണം എല്ലാവരും നന്നായി ഡാൻസ് കളിച്ചിട്ടോ. നമ്മുടെ ടീംസ് വരാൻ കുറച്ച് വൈകി. ആക്ച്വലി ഈ ഡാൻസ് പരിപാടി 7 മണിക്കാണ് നടക്കുന്നത് വൈകുന്നേരം. പക്ഷെ ഞങ്ങൾക്കത് അറിഞ്ഞില്ല, അത് കാര്യം ഞാൻ നേരത്തെ പോയത്. അപ്പോൾ നേരത്തെ പോയപ്പോൾ ആൾക്കാർ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ഇപ്പം വൈകുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീട് മലേൻ്റെ മുകളിലല്ലേ, അപ്പോൾ ഒരു 1 hour നടക്കേണ്ട ഒരു ഇതുണ്ട്. അത് കാരണം നമ്മൾ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം 7 മണിക്ക് തന്നെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയമുണ്ട്. കുറച്ച് സമയത്ത് ഞങ്ങൾ ഫുൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ടാ. എല്ലാ ലേഡീസ്, മെൻസ് ആരും ഉണ്ടായിരുന്നില്ല, ഓൺലി ലേഡീസ്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നേപ്പാളിലെ ചിച്ചിൻ്റെ പുണ്യ എന്ന് പറയും. പ്രത്യേകിച്ച് ഇതിൽ നിറയെ ആൾക്കാർ വരണമെന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം ആ ദിവസം എല്ലാ ഗ്രാമങ്ങളിലും ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഡാൻസ് പരിപാടി നടക്കുന്ന കാരണം തിരക്ക് ഭയങ്കര കുറവായിരുന്നു. എന്നാലും നന്നായിട്ട് ഡാൻസ് കളിച്ച് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളും എൻജോയ് ചെയ്തു. കണ്ടില്ലേ ആ പിങ്ക് കളർ ഷോളും പിങ്ക് കളർ ഡ്രസ്സ് ഷൂസായിട്ടത്. അത് വന്നിട്ട് എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫുണ്ട്. അടിപൊളി ഡാൻസ് കളിക്കും. ഞാൻ ടീംസിൽ നന്നായി ഡാൻസ് കളിക്കുന്നത് ആ കുട്ടിയാണ് കേട്ടോ. തീലാനാണ് പേര്. അപ്പം ഞാനും കുറേ നേരം അവനെ എൻജോയ് ചെയ്തിട്ട് കളി കണ്ടിട്ട് ഞാൻ മനസ്സൊക്കെ എനിക്ക് എന്തെങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് ചെറിയൊരു ഫീൽ വന്ന്. കാരണം അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, എക്സ്പ്രഷൻ ആണെങ്കിലും ഇടിപ്പാട്ടെന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നേപ്പാളിൽ ആഘോഷിക്കുന്നത് ഡാൻസ് പരിപാടി. നമ്മൾ മേലേക്ക് ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ഡിഫറെൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തട്ടാ. ബൈ ബൈ.